പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാനിതേവരെ മുഖ്യമന്ത്രിയായ എന്നോടാണോ ചോദ്യമെന്നൊരു സംശയം എനിക്ക്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. ഇനി ഞാനത് പറയേണ്ടതല്ല. ശരി, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. ഞാൻ അന്ന് 2 വാചകം പറയുമ്പോൾ തന്നെ ആ ഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നിർഭാഗ്യകരമായ ഒരു നിലയാണ് ആ കാര്യം. കാരണം നമ്മുടെ രാജ്യത്തെ BJP ഇതര പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഉപയോഗിച്ചതാണ് ED. ഇത് പലർക്ക് നേരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അവരുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവർ അതിനെതിരെ പ്രതികരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം കെജ്രിവാളിന്റെ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? പിന്നെ ആ കേസെടുത്തപ്പോൾ പടക്കം പൊട്ടിക്കല്, ഇതൊക്കെ നടക്കുകയാണ് ആ പാർട്ടി. അതുകൊണ്ടാണ് ഇപ്പോ ഈ നടപടി വന്നപ്പോ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കളെങ്കിലും, ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ, നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ഇവിടുത്തെ റെയ്ഡിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതിനിടയായിരുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും കോൺഗ്രസിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വസ്തുതകൾക്ക് ചേരാത്ത ഒരു നിലപാടാണ്. കാരണം BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരമാവധി യോജിപ്പാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതിന് അങ്ങേയറ്റം സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് പിന്നീട് പറയാം. അതായിരിക്കും